ആരായിരിക്കും കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി? ഈ ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജീവമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സജീവമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് ഏപ്രിൽ 9 ശേഷം ആ വിഷയം സജീവമായത് ഒരു വ്യത്യസ്തമായ തലത്തിലാണ് എന്ന് മാത്രം. അതായത് UDF ആണ് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസിനുള്ളിലുണ്ടായ ചർച്ച, തർക്കം, അത് സോഷ്യൽ മീഡിയ വഴി മറ്റ് മീഡിയകളിലേക്കും പടർന്നു പിടിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള ചർച്ചയായി മാറി. താക്കീതും മറുതാക്കീതും എല്ലാമായി ആ ചർച്ച ഇങ്ങനെ കൊഴുക്കുക തന്നെയാണ്. 3 പേരുടെ പേരാണ് സജീവം. അതിലാര് എന്നുള്ളതാണ്. ആ 3 പേരുകളും സജീവമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ തലത്തിൽ കുറേ ദിവസങ്ങളായി ഉള്ളതുകൊണ്ട് ആ പേരുകൾ ആവർത്തിക്കുന്നില്ല. പക്ഷേ നമ്മുടെ പോയിന്റ് അതല്ല. മറുവശത്ത് LDF ആണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ, മൂന്നാമതും LDFന് ഭരണ തുടർച്ച ഉണ്ടാകുന്നുവെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊരു ചർച്ച കൂടിയുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു മർമ്മരമായി പടരുന്ന ചർച്ചയാണ്. ആ ചർച്ചയിൽ ഒരുപാട് പേരുകളില്ല. കോൺഗ്രസിനെ പോലെ UDFനെ പോലെ പല പേരുകളില്ല. ഒരൊറ്റ പേരേ ഉള്ളൂ. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും CPM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ എന്ന CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായ നേതാവിൻ്റെ പേരാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2016 മുതൽ 2021 വരെയും 2021 മുതൽ ഇപ്പോഴും തുടരുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് 3-ാം ഊഴം വരുമോ എന്നതായിരുന്നില്ല LDFൻ്റെയും CPMൻ്റെയും ഇലക്ഷൻ കാലത്തെ പ്രധാന ക്യാമ്പയിൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാതെ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് അവർ വെച്ച രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്, LDF വീണ്ടും വന്നാൽ ഞങ്ങൾ ചെയ്ത വികസനപരമായ നിരവധി കാര്യങ്ങളുടെ, ജനക്ഷേമകരമായ നിരവധി കാര്യങ്ങളുടെ തുടർച്ച സ്വാഭാവിക തുടർച്ചയായി ഉണ്ടാകും എന്നതാണ്. LDF അവരുടെ ക്യാമ്പയിനുകൾ, മുക്കുമൂലകളിലെ ക്യാമ്പയിനുകൾ, അല്ലെങ്കിൽ വീട് വീടാന്തര കയറിയുള്ള ക്യാമ്പയിനുകളിൽ, മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ക്യാമ്പയിനുകളിൽ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് വികസന തുടർച്ച എന്നാണ്. ഭരണ തുടർച്ചയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം, ഉള്ളടക്കം വികസന തുടർച്ച എന്നാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതിൽ LDFനെ നയിക്കുന്ന CPMും വലിയൊരളവോളം വിജയിച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും 3-ാം പിണറായി വിജയൻ സർക്കാർ വന്നാൽ ഈ വികസന പ്രവർത്തനങ്ങളുടെ, ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ, അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ കൊടുക്കുന്നതിൻ്റെ, ഒരു ദിവസം പോലും ശമ്പളം കേന്ദ്രം വലിയ രീതിയിൽ ശ്വാസം മുട്ടിച്ചിട്ടും ഒരു ദിവസം പോലും ശമ്പളവും പെൻഷനും മുടങ്ങാതിരിക്കുന്നതിൻ്റെ, അങ്ങനെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളിൽ ഒരു ഭരണാധികാരി, ഗവൺമെൻറ് ജനങ്ങളെ എങ്ങനെ നയിക്കുന്നു എന്നതിൻ്റെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളിൽ തുടർച്ചയാണ് ഉണ്ടാവും എന്ന് പ്രതീക്ഷ നൽകിയത്, പ്രചരിപ്പിക്കപ്പെട്ടത്. നമ്മൾ പറയുന്ന പോയിന്റ് അതാണ്. പിണറായി വിജയൻ എന്ന CPMൻ്റെ BB അംഗവും നിലവിലെ മുഖ്യമന്ത്രിയുമായ നേതാവ് ആണ് 3ാമത് മുഖ്യമന്ത്രി ആവുക എങ്കിൽ ഈ വികസനങ്ങൾക്കെല്ലാം തുടർച്ച ഉണ്ടാവുന്നത് മാത്രമല്ല, മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരൊറ്റ ദിവസത്തെ അല്ലെങ്കിൽ ഒരൊറ്റ മണിക്കൂറിലെ തർക്കം പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ സമീപ ദിവസങ്ങളിലുണ്ടായ തർക്കങ്ങളുടെ മറുവശമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആ പേരുകൾ വീണ്ടും പറയുകയാണ്. രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, VD സതീശനാണോ? അതായത് AICC ജനറൽ സെക്രട്ടറി ആണോ, മുൻ പ്രതിപക്ഷ നേതാവാണോ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണോ? ആരായിരിക്കും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ മുഖ്യമന്ത്രി, UDF വന്നാൽ എന്ന പ്രചാരണപരമായ ചോദ്യങ്ങളുടെ ഒടുവിൽ ഉണ്ടായിരിക്കുന്ന തർക്കം, വഴക്ക്, കലഹം, ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ് പതിവ് പോലെ പരിഹാസ്യമാവുന്ന ആ കൂട്ടയടിയുടെ തുടക്കം. അതിൻ്റെ മറുവശം എന്താണ്? LDF ആണ് വരുന്നതെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തീരുമാനമാവുകയാണ്. CPM പാർലമെൻ്ററി പാർട്ടി ചേരുന്നു, പിണറായി വിജയനെ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കുന്നു. LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി അത് കഴിഞ്ഞ് ചേരുന്നു, പിണറായി വിജയനെ LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവും LDFൻ്റെ ചെയർമാനുമായി തിരഞ്ഞെടുക്കുന്നു. തീർന്നു, മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചു. പിന്നെ ഭരണഘടനാപരമായി അദ്ദേഹം
ഗവർണറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രം മതി. അതിന് സമയം തീരുമാനിച്ചാൽ മതി, സ്ഥലം തീരുമാനിച്ചാൽ മതി. 2016 പോലെ 2021 പോലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വേണോ, അതോ കുറച്ചുകൂടി ലളിതമായി ഒരു സ്വാഭാവിക തുടർച്ചയ്ക്ക് ലോക് ഭവനിൽ വെച്ച് വേണോ, അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ പറയുന്ന പോയിന്റ് കൃത്യമാണ്. UDF ആണ് വരുന്നതെങ്കിലും LDF ആണ് വരുന്നതെങ്കിലും കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അത് വിസിബിളായ വ്യത്യാസം കാണിക്കുന്നു. LDFൻ്റെയും UDFൻ്റെയും രാഷ്ട്രീയവും സമീപനവും മാത്രമല്ല സംഘടനാപരമായ സംവിധാനങ്ങളും എൻറ്റയർലി ഡിഫറൻ്റ് എന്നതിൻ്റെ മകുടോദാഹരണമാണ് അവരുടെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതി. ഇനി ഒന്നുകൂടി പറഞ്ഞു നിർത്താം. UDF അല്ല അധികാരത്തിൽ വരുന്നതെങ്കിൽ അവർക്ക് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുക പോലും ഈസി ആയിരിക്കില്ല. മുഖ്യമന്ത്രിയെ എന്ന കേരളത്തിൻ്റെ അധികാരത്തിലെ നമ്പർ 1 വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടാകുന്ന തർക്കത്തിൻ്റെ അതേ രീതിയിലുള്ള പ്രതിഫലനം അവർക്ക് അവരുടെ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുക്കുന്നതിലും ഉണ്ടാവും. ഈസിയാവില്ല കാര്യങ്ങൾ. അതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്ന പൂരമാണിത്. അധികം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.